ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം എന്നാ വന്നത്, നമ്മൾ വീട്ടിലെ ഒരു ചെറിയൊരു നോമ്പ് തുറൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ വീട്ടിൽ നോമ്പ് തുറക്കാനുള്ളത് നമ്മളെ നാത്തൂനും കുട്ടികളും അതേപോലെ തന്നെ ഇളച്ചിയും കുട്ടികളും അതേപോലെ തന്നെ ഇവിടുത്തെ ഉമ്മയിപ്പൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എല്ലാതും റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ബാങ്കൊക്കെ കൊടുക്കാനായപ്പോൾ നമ്മൾ എല്ലാതും എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മളെ കുടുംബങ്ങളോടൊക്കെ ഒപ്പം ഒന്ന് ഇരുന്നിട്ട് നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ നമുക്കത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ വളരെയധികം സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മളിതാ എത്ര ക്ഷീണമൊക്കെ ആണെങ്കിലും നമുക്ക് ഈ നോമ്പ് തുറക്കുക ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടൊരു സമയം തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവരും എല്ലാതും ഒന്ന് റെഡിയാക്കി വെക്കുകയാണേ. അപ്പം നമ്മുടെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ വളരെയധികം സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് എണ്ണപ്പലഹാരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പൊക്കവടയും പിന്നെ സമൂസയുണ്ട്, പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം അടിച്ചിട്ടുള്ളത് നാരങ്ങയും പിന്നെ പുതിനൻ്റെ ഇല ഇട്ടിട്ടുള്ള വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഇതന്നെയുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ അത് വളരെയധികം ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ഇത് കുടിച്ചാലൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പത്തല്ല ഈ ചൂടത്ത് ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ പാടില്ല നോമ്പ് തുറന്നാലെന്നൊക്കെ പറയലുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് നോമ്പ് കാലത്ത് ഈ ഒരു വെള്ളം കുടിച്ചാൽ പ്രത്യേക ഒരു എനർജിയാണല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ എല്ലാവരും ഒപ്പം കൂടാന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ എല്ലാതും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ വെള്ളമൊക്കെ ഈ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുകയാണ്. അപ്പം അങ്ങനെ ബാങ്കിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നോമ്പ് തുറക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മളങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് അങ്ങനെ നമസ്കരിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉപ്പാക്ക് പിന്നെ നേരത്തെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പാക്ക് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ മക്കൾക്കൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഒരു തറാവീഹിനൊക്കെ പോയി വന്നിട്ടാണ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ അങ്ങനെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഓരോരുത്തർ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും കൂടുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചത് ഇനി. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ മാങ്ങയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ മിഷുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മിഷു നല്ല പോലെ തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടൊന്ന് പുറത്തേക്കൊന്ന് പോകാമെന്ന്. അപ്പോൾ നമ്മളെ പള്ളിശ്ശേരി തന്നെ ഉണ്ട് കേട്ടോ. ഉപ്പും മുളകും ചെമ്മീനൊക്കെ ഇട്ട മാങ്ങയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും ഒരു കുലുക്കി സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ബൂസ്റ്റ് കുലുക്കി അങ്ങനത്തെ ഓരോ
ഡ്രിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് കുടിക്കാനായിട്ട് ഇതാ ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പുള്ളിയുള്ളതൊക്കെ ഒന്ന് കഴിക്കാനൊരു പൂതി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളിതാ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ, അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമയത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ ഇതാ ഡ്രിങ്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ എന്താ ഓരോന്നങ്ങനെ വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ ഇട്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.